വെൽക്കം ടു ഐന്യൂസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ റെസിപ്പി കുക്കറിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനിയും കറി തയ്യാറാക്കാൻ ആവശ്യമുള്ള മറ്റ് ഐറ്റംസ് ഒന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് തക്കാളി, 12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട തക്കാളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയും സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിലെ പ്രഷർ ഫുള്ളും പോയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയും കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനൊരു 3 മിനിറ്റ് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.